എൻ്റെ പേര് കൃപ റോസ് എന്നാണ്. വരുന്നത് പഴങ്ങനാട് കിഴക്കമ്പലം. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ, ആദ്യമേ തന്നെ മാതാവിനോട് ഞാൻ മാപ്പ് പറയാണ്. 2018 എൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഞാനും എൻ്റെ ബ്രദറും പരിഹസിച്ചിട്ടുണ്ട്. മമ്മി പുതിയ സ്ഥലം കണ്ടുപിടിച്ചു. കാരണം കുഞ്ഞിലേ തൊട്ട് എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും കൊണ്ടു നടന്ന് വളർത്തിയതാണ് ഞങ്ങളെ. അപ്പോൾ ഞങ്ങൾ എല്ലാം കഴിഞ്ഞപ്പോൾ മമ്മി പുതിയൊരു സ്ഥലം കണ്ടുപിടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് മമ്മീനെ ഞാൻ പരിഹസിക്കുകയുണ്ടായി. പിന്നീട് മമ്മി ആ തൈലം വെച്ചിട്ട് എൻ്റെ മൂക്കിലൊരു ശ്വാസമുട്ടൽ 3 മാസത്തോളം ഉണ്ടായി. പ്രഗ്നൻ്റ് ആയ സമയത്ത് ഉണ്ടായപ്പോൾ മമ്മി വിശ്വാസ പ്രമാണം ചൊല്ലി എനിക്ക് തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതെനിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. അതിനുശേഷമാണ് ഞാൻ കൃപാസന മാതാവിനെ പ്രാർത്ഥിക്കാനും വിശ്വസിക്കാനും തുടങ്ങിയത്. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, ഞാൻ കഴിഞ്ഞ നവംബറിൽ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് പോയിരുന്നു. ജാനുവരി 24 8 എടുക്കുന്ന സമയത്ത് ഞാൻ ഓഫായ വണ്ടി പെട്ടെന്ന് മറിഞ്ഞ് എൻ്റെ കൈ സ്ലിപ്പായി വീണ് എൽബോ ഡിസ്ലൊക്കേറ്റഡ് ആയി. അപ്പോൾ എൻ്റെ 3 കുട്ടികളുണ്ട് എനിക്ക്. 3ാമത്തെ കുഞ്ഞിന് 6 മാസം പ്രായമുള്ള ഒരു സമയത്താണ് എൻ്റെ കൈ പ്ലാസ്റ്റർ ഇടേണ്ടി വരുന്നത്. അപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. വീട്ടിലെല്ലാവരും എനിക്ക് മക്കളെ നോക്കുന്ന കാര്യത്തിലാണെങ്കിലും ഫീഡ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുന്നൊരു സമയത്ത് അപ്പോഴും ഞാൻ പരാതിയൊന്നും പറഞ്ഞില്ല. പക്ഷേ അതിൻ്റെ ഇടയിൽ എൻ്റെ കുഞ്ഞിനെ പനിക്കാൻ തുടങ്ങി. രാത്രി 9 മണിക്ക് പനിച്ചു, മരുന്ന് കൊടുത്തു. 10 മണിയായിട്ടും പനി കുറയുന്നില്ല. എല്ലാവരും ഉറങ്ങി. അപ്പോൾ ഓൾറെഡി മമ്മിയൊക്കെ വളരെ ടയേർഡായിട്ടാണ് മക്കളുടെ കാര്യവും വീട്ടിലെ പണിയൊക്കെ നോക്കി കിടക്കുന്നത്. അപ്പോൾ എനിക്ക് അവരെ വിളിച്ച് ശല്യം ചെയ്യാൻ പറ്റില്ല. എൻ്റെ കൈ വയ്യാത്തതുകൊണ്ട് എനിക്ക് കുഞ്ഞിനെ എടുക്കാനും പറ്റുന്നില്ല. എനിക്ക് വല്ലാത്തൊരു വിഷമമുള്ളൊരു സമയം. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ അന്ന് തൊട്ട് 2019 തൊട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഉടമ്പടി എടുക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ സമയത്ത് ഉപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഉപ്പ് ഞാൻ വേഗം വെള്ളത്തിൽ ഇട്ടിട്ട് ആ തുണി കൊണ്ട് അവനെ തുടച്ചു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് എൻ്റെ കുഞ്ഞിന് സൗഖ്യം കിട്ടുകയാണെങ്കിൽ ഞാൻ വന്ന് ഉടമ്പടി എടുത്തോളാം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് 100.3 ഡിഗ്രി പനിയുണ്ടായ കൊച്ച് 1.5 മണിക്കൂറായിട്ടും കുറയാതെ കൂടിക്കൊണ്ടിരുന്ന ടെമ്പറേച്ചർ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുറയാൻ തുടങ്ങി. 99 ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നണതായിരിക്കും. ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും നോക്കി. പിന്നെ കുഞ്ഞിന് പനിച്ചില്ല. ആ ഒരു പനി പിന്നെ അവന് ഉണ്ടായിട്ടേ ഇല്ല. പിറ്റേ ദിവസം എല്ലാവരും ചോദിച്ചു മരുന്ന് കൊടുത്തോ, കുഞ്ഞിന് പനിക്കണ്ടോ? അപ്പോൾ ഞാൻ പറയും ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അങ്ങനെ പ്ലാസ്റ്റർ വിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിൻ്റെ ആദ്യ നിയോഗം എൻ്റെ കൈ ഒടിഞ്ഞ കാരണം എനിക്ക് രണ്ടാമത് പഠിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ലൈസൻസ് എടുക്കാൻ പറ്റുമോ എന്ന് കൺഫ്യൂഷനായിരുന്നു, ഭയമായിരുന്നു, പേടിയുണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് സ്റ്റെപ്പിൽ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, സ്റ്റെപ്പിൽ കാലെടുത്ത് വയ്ക്കുമ്പോൾ ആദ്യത്തെ കോൾ വരുന്നത് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നാണ്. ടെസ്റ്റ് നിയമം മാറാണ്, ഇത്രയും പെട്ടെന്ന് ടെസ്റ്റ് എടുക്കാൻ നിങ്ങൾക്ക് തയ്യാറാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞു. എനിക്കറിയില്ല വണ്ടി ഓൺ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇനി ഓടിക്കാൻ പറ്റുമോ ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ ആ ഒരു ധൈര്യത്തിൽ അങ്ങനെ എടുത്തോളാൻ പറഞ്ഞു. അപ്പോഴും ഡേറ്റിന് വളരെ ബുദ്ധിമുട്ടായി. ഞാൻ കാശ് രൂപമൊക്കെ വെച്ച് രണ്ടാമത് പഠിക്കാൻ തുടങ്ങി. 2-3 പ്രാവശ്യം വീണു, കൈക്ക് നല്ല വേദനയുണ്ട്. എന്നാലും ഞാൻ പഠിച്ചു. പക്ഷേ മെയ്യിൽ ഇത് മാറും, ലേണേഴ്സിൻ്റെ കാലാവധി മെയ് മാസം തീരുകയും ചെയ്യും. മെയ് 1 നിയമങ്ങളെല്ലാം മാറാം. അപ്പോൾ ആ ഒരു ടെൻഷൻ, ഡേറ്റ് കിട്ടുന്നില്ല. അവസാനം പറഞ്ഞു നിങ്ങൾക്ക് ഡേറ്റ് കിട്ടുന്നില്ല, സ്ലോട്ട് കിട്ടുന്നില്ല, എങ്ങനെ വന്നാലും ചിലപ്പോൾ മെയിലേക്കാവും, നിയമങ്ങൾ മാറുകയും ചെയ്യും, എന്താവും എന്നറിയില്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് കാശ് രൂപം കൈവരിച്ച് പ്രാർത്ഥിച്ച് അവസാനത്തെ സ്ലോട്ടിൽ എനിക്ക് ഏപ്രിൽ 30 ഡേറ്റ് കിട്ടി. ഞാൻ അവിടെ ടെസ്റ്റിന് ചെല്ലുന്ന സമയത്ത് ഞാനാണ് ലാസ്റ്റത്തെ ആൾ. പിറ്റേ ദിവസം തുടങ്ങി എല്ലാ സ്കൂളുകളും അടക്കി ടെസ്റ്റ് എല്ലാം നിർത്തലാക്കി സമരത്തിലേക്ക് പോവുകയും ചെയ്തു. ഞാൻ ടെസ്റ്റ് പാസ്സായി. വളരെ ബുദ്ധിമുട്ടോട് കൂടിയിട്ടാണ് ഞാനത് ട്രൈ ചെയ്തത്. അവിടെ ചെന്ന് ട്രയലിൽ ചെല്ലുമ്പോഴും കാല് കുത്തി പോകുമായിരുന്നു. അപ്പോൾ ഞാൻ കൂടെയുള്ള ചേച്ചിമാരോട് പറയും, മാതാവിൻ്റെ കാശ് രൂപം കാണിച്ചിട്ട് പറയും എൻ്റെ കഴിവോട്ട് കിട്ടില്ല, എനിക്ക് എൻ്റെ അമ്മ തരാൻ മാത്രമേ കിട്ടുള്ളൂ. ഞാൻ അവിടെയുള്ള ചേച്ചിമാരെല്ലാവരെയും കാശ് രൂപം തൊട്ട് മുത്തിച്ചു. ഞങ്ങളെല്ലാവരും പാസ്സാവുകയും ചെയ്തു. അതാണ് എൻ്റെ ആദ്യത്തെ അനുഗ്രഹം. 7 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. എനിക്ക് രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത് ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ 7 വർഷം കഴിഞ്ഞിട്ട് ഞാനൊരു അനിമേറ്ററാണ്. അനിമേഷൻ പഠിച്ച ഒരാൾക്ക് അറിയാം, വരയ്ക്കാനും എടുക്കാനും എല്ലാത്തിനും വേണം. സോഫ്റ്റ്വെയർസ് അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ നമുക്കിതൊന്നും രണ്ടാമത് ട്രൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ജോലി വഹിച്ചപ്പോൾ ഞാൻ പഠിച്ചത് പറ്റില്ല എന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും ജോബ് വേണമെന്നേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. മക്കളുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്ന രീതിയിൽ ട്രാവലിംഗ് കാര്യങ്ങളെല്ലാം റെഡിയാക്കുന്ന രീതിയിൽ ജോലി വേണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് റെസ്യൂം എല്ലാം റെഡിയാക്കി ഞാൻ ജോബ് കൺസൾട്ടൻസിയിൽ കൊടുക്കുന്ന സമയത്ത് അതിൽ ഫോൺ നമ്പർ തെറ്റി കിടക്കണം. അപ്പം രണ്ടാമത് DTP സെൻറ്ററിൽ പോയി ശരിയാക്കുന്ന സമയത്ത് അവിടെ ചെന്നപ്പം 2 സ്ഥലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ളൂ. ഒരു 6 മാസം ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടില്ല. എന്നാൽ പിന്നെ അതും കൂടി കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ എനിക്ക് ആ കമ്പനിയുടെ പേര് ഓർമ്മ വരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ അവിടെ ഉണ്ടായ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടി ആ കമ്പനിയുടെ പേര് ഓർമ്മയില്ല, നീ ഒന്ന് പറഞ്ഞു തന്നെ, ഇത് റെസ്യൂമിൽ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നീ ജോബ്
നോക്കുന്നുണ്ടോ, ഇവിടെ പുതിയ ആൾക്കാർ എടുക്കുന്നുണ്ട്, നീ സാറിനെ ഒന്ന് വിളിച്ച് നോക്കുക എന്ന് പറഞ്ഞു. ഞാൻ പറയാം എങ്ങനെ നോക്കാനോ, 7 വർഷം ഗ്യാപ്പ് പോകുന്നില്ല, എനിക്ക് പറ്റില്ലല്ലോ, എന്നാലും നീ ട്രൈ ചെയ്യുക, സാറിനെ വിളിക്കുക എന്ന് പറഞ്ഞു. സാറിനെ വിളിച്ചു, സാറ് ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞു. ഞാൻ സിസ്റ്റം തൊട്ടിട്ട് 7 വർഷമായി, ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാൻ പോലും എനിക്ക് അറിയാൻ പാടില്ലാത്തൊരവസ്ഥയിലാണ്. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കുന്നുണ്ട്, നമുക്ക് എത്ര സോഫ്റ്റ്വെയർസ് അറിയെങ്കിലും ഷോർട്ട് കീസ് കാര്യങ്ങളെല്ലാം ഓർമ്മ വേണം, ഒരു കാര്യം ഓർമ്മയില്ല. ഞാൻ എന്നാലും വരാം, ഞാൻ ട്രൈ ചെയ്ത് പഠിച്ചു എന്നൊക്കെ ചോദിച്ചു. ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞു. അവരൊരു ഡേറ്റ് പറഞ്ഞു, ഞാൻ ചെന്നു. ഞാൻ അപ്പോഴും പറഞ്ഞു എൻ്റെ കഴിവുകൊണ്ട് കിട്ടില്ല, മാതാവ് തരണമെങ്കിൽ തരട്ടെ, അല്ലെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് ഞാൻ സിസ്റ്റം ഓൺ ചെയ്ത് കഴിയുമ്പോൾ സോഫ്റ്റ്വെയർസിൻ്റെ കളർ വരെ മാറി, ഏതാണെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഞാനതെല്ലാം ഓൺ ചെയ്തു, അവരെനിക്ക് വർക്ക് തന്നു. ഞാനിത് നോക്കിയിട്ട് എനിക്ക് എന്താണ് എങ്ങനെയാണെന്ന് ഒന്നും അറിയില്ല. ഞാനിതിങ്ങനെ ചെയ്ത് തുടങ്ങിയ സമയത്ത് എനിക്ക് ഓട്ടോമാറ്റിക്കലി QR, ഞങ്ങളുടെ ഓരോ ഷോർട്ട് കീസാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ Q എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ Q പ്രസ് ചെയ്യുമ്പോൾ ഇതാണല്ലോ ഈ ടൂള് എന്നൊക്കെ ഓർമ്മ വന്നിട്ട് ഞാൻ ആ ഒരു വർക്ക് 1.5 മണിക്കൂർ, അരമണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട വർക്ക് 1.5 മണിക്കൂർ കൊണ്ട് ചെയ്ത് ഞാൻ തീർത്തു. എനിക്ക് ജോബ് കിട്ടി, ഇൻഫോ പാർക്കിൽ ജോബ് കിട്ടി. ഞാനിപ്പോൾ 2.5 മാസമായി ഞാൻ ജോബിന് പോകുന്നു. അതും ട്രാവലിംഗ് ഞാൻ പറഞ്ഞ ഒരു കാര്യം അമ്മ എനിക്ക് ശരിയാക്കി തരാം. 15 മിനിറ്റ് 20 മിനിറ്റേ ഉള്ളൂ എനിക്ക് വീട്ടിൽ നിന്ന് പോകാനായിട്ട്. തിരിച്ച് എൻ്റെ അടുത്തുള്ള വീട്ടിലെ ചേട്ടനാണ് അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആ ചേട്ടൻ്റെ കൂടെ തിരിച്ചു വരാനും പറ്റുന്ന രീതിയിൽ എനിക്ക് ഒരുക്കി തന്നു. എല്ലാ അനുഗ്രഹവും നൽകിയ ദൈവത്തിനും മാതാവിനും 1000 നന്ദി. പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ, ഞങ്ങൾ ചപ്പാത്തി ഫുഡൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ആലുവ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയെല്ലാം ഒക്കെ കൊടുക്കാറുണ്ട്. പിന്നെ പറ്റാവുന്ന പോലെയൊക്കെ എല്ലാവരെയും സഹായിക്കാറുണ്ട്. പാവപ്പെട്ട വീടുകളിലൊക്കെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ തേടി പോകാറില്ല, ആരെങ്കിലുമൊക്കെ ആയിട്ട് വരാറുണ്ട്. അങ്ങനെ കുമ്പസാരം ഇതുവരെ മുടക്കിയിട്ടില്ല. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ മാത്രമാണ് കുമ്പസാരം. 1 ആഴ്ചയോ 2 ആഴ്ചയ്ക്ക് എങ്ങാനും അല്ല, എന്നാലും 3 മാസം 1 മാസത്തിനുള്ളിൽ എങ്ങനെ വന്നാലും കുമ്പസാരിക്കും. കുർബാന കുട്ടികൾക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ മാത്രമാണ് എനിക്ക് പോകാൻ പറ്റാറുള്ളൂ. എന്നാലും മനഃപൂർവ്വമായിട്ട് ഞാൻ ഇതുവരെ കുർബാനയോ ബൈബിൾ വായനയോ ഒന്നും ഞാൻ മുടക്കിയിട്ടില്ല. ആത്മീയൊരു ജീവിതം ആദ്യമേ തൊട്ട് ഉണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഈ ഓട്ടോമാറ്റിക്കലിയുള്ള പ്രെയറാണ്. എന്തെങ്കിലും സഹനം വന്നു കഴിഞ്ഞാൽ അപ്പോൾ പ്രാർത്ഥനയെ നിർത്തും. ടെൻഷനാണ്, ഭയങ്കര ടെൻഷൻ. പിള്ളേർക്ക് പനി വന്നാൽ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ അത് ഉൾക്കൊള്ളാൻ പ്രയാസമായിരുന്നു. ഉടമ്പടിയിൽ വന്നതിന് ശേഷമാണ് പ്രശ്നങ്ങൾ വരുമ്പോൾ ആദ്യം ടെൻഷൻ അടിക്കും. ഇപ്പോൾ 2 മാസമായിട്ട് എൻ്റെ മക്കൾ 3 വട്ടം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ആദ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായപ്പോൾ ഞാൻ ടെൻഷനാണ്, അയ്യോ എന്ന് പറഞ്ഞ് കാലിട്ടടിക്കുകയായിരുന്നു. രണ്ടാമത്തെ പ്രശ്നം വന്നപ്പോൾ ഇത് കടന്നു പോകും എന്നുള്ളൊരു രീതിക്ക് ഞാൻ വന്നു. 3ാമത് കുട്ടി അഡ്മിറ്റായി കഴിഞ്ഞപ്പോൾ ഈ സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്യാനായിട്ട് ഇത് ധൈര്യത്തോട് കൂടിയിട്ട് ഇതും ഞാൻ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കണമേ എന്നുള്ള രീതിയിൽ എൻ്റെ പ്രാർത്ഥന മാറാൻ തുടങ്ങി. ഈ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. പ്രശ്നങ്ങൾ വരും, ആ പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ ഞാനിത് തരണം ചെയ്യും, പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ തരണം ചെയ്യാനായിട്ടുള്ളൊരു ചിന്തയും പ്രാർത്ഥനയുടെ തലവും മാറി. അതുപോലെ തന്നെ മറ്റുള്ളവരോട് ക്ഷമിക്കാനൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. അതൊക്കെ ക്ഷമിക്കാൻ തുടങ്ങി. ഇപ്പോൾ മനഃപൂർവ്വമായിട്ടാണെങ്കിൽ പോലും എന്തെങ്കിലും ചെറിയൊരു വിഷയം വീടുകളിലുണ്ടെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടും. മക്കളോടും വീട്ടിലുള്ളവരോടും മാത്രമേ ഉള്ളൂ. പുറത്തുനിന്നുള്ള വൈരാഗ്യങ്ങളും കാര്യങ്ങളൊക്കെ കുറവായി. തിമോഥെയോസുകാർക്ക് എഴുതിയ 1 ലേഖനം 1:14 കർത്താവിൻ്റെ കൃപ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടുമൊപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി എന്ന് അപ്പസ്തോലൻ പറയുന്നുണ്ട്. കർത്താവിൻ്റെ കൃപ തന്നിലേക്കും തൻ്റെ കുടുംബത്തിലേക്കും നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന അനുഭവ സാക്ഷ്യങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുകയാണ് ഓരോ മക്കളും. അത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൽ പുതുമ അല്ലെങ്കിൽ അവർക്കത് പ്രത്യേകിച്ച് അതിൽ ദൈവാനുഭവങ്ങൾ ആണോ എന്ന് ആർക്കെങ്കിലും ചിന്തിച്ചാൽ, അതായത് തൻ്റെ മകൻ്റെ പനിയുടെ കാര്യം, ആ പനി ആണ് ഈ മകളെ ഇവിടെ ഉടമ്പടി എടുക്കുവാനായിട്ട് കൊണ്ടുവന്നത്. തൻ്റെ അമ്മയെ കളിയാക്കി പറഞ്ഞ ഒരു സാഹചര്യത്തിൽ നിന്ന് പുതിയ ഒരു സ്ഥലം കൂടി അമ്മ കണ്ടുപിടിച്ചിരിക്കുകയാണെന്ന് തൻ്റെ അമ്മ ഉടമ്പടി എടുത്തപ്പോൾ അമ്മയെ അങ്ങനെ പറഞ്ഞ മകളാണ് ഇന്ന് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുക. അപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയാറുണ്ട്, ഉടമ്പടി എടുക്കാൻ വരുന്നവരുടെ കൂടെ വരുന്നവർ അന്നേരം ആ സമയത്ത് അവർ ഉടമ്പടി എടുക്കില്ല, എന്നാൽ പിന്നീട് അവർ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും. ആ എടുക്കേണ്ട സാഹചര്യങ്ങൾ അവർക്ക് വരും. അത് മനഃപൂർവ്വമല്ല, പക്ഷേ ദൈവം നമ്മെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ട് തന്നെയാണ് നാം വരിക. അല്ലാതെ നാം ഏതെങ്കിലുമൊക്കെ നിമിത്തം കാരണം ഇവിടെ വന്നു ചേരുന്നവരല്ല. അങ്ങനെ ഈ മകളെയും ദൈവം വിളിച്ചു, ക്ഷണിച്ചു, ഇവിടെ വന്നു. തൻ്റെ മകൻ്റെ രോഗസൗഖ്യവും പിന്നീട് താൻ എങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു. 7 വർഷത്തിന് ശേഷം തനിക്ക് ടച്ചില്ലാത്ത ആനിമേഷനാണ് പഠിച്ചത്. എന്നാൽ തനിക്ക് ടച്ചില്ലാത്ത ഒരു അവസ്ഥയിൽ നിന്ന്
പിന്നീട് എങ്ങനെയാണ് ആനിമേഷനൊക്കെ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കമ്പ്യൂട്ടറൊക്കെ നമുക്ക് ഒത്തിരിയേറെ പരിചയമുള്ളതാകുക. അല്ലെങ്കിൽ അത് അപ്ഡേഷൻ ഇല്ലെങ്കിൽ പലപ്പോഴും അത് നമ്മിൽ നിന്ന് കൈവിട്ടു പോകും. അത് ആ പ്രൊഫഷനിലുള്ളവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ 7 വർഷത്തിന് ശേഷം തനിക്കൊരു ജോലി ലഭിക്കുന്നു. തനിക്ക് എവിടെ കമ്പ്യൂട്ടർ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് താൻ മറന്നുപോയി. ആ ഒരു അവസരത്തിൽ തൻ്റെ ഉള്ളിലിരുന്ന് തനിക്ക് ആരോ പറഞ്ഞു തരുന്നു എല്ലാ കാര്യങ്ങളും. ഇന്നിപ്പോൾ തനിക്ക് ജോലി ലഭിച്ചു. ആ ജോലിയിൽ ഏറ്റവും നല്ല രീതിയിൽ തനിക്ക് കൊണ്ടുപോകുവാൻ സാധിക്കുന്നു. കൂദാശ ജീവിതം, ആത്മീയ ജീവിതമൊക്കെ ഉണ്ടായിരുന്ന വ്യക്തികളാണ്, ഉള്ള വ്യക്തികളാണ് നാം. എന്നാൽ ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന് മാറ്റുകൂടുകയാണ്, അതിന് തിളക്കം വർദ്ധിക്കുകയാണ്. അതാണ് നമുക്ക് ഈ അനുഭവ സാക്ഷ്യത്തിലും അതുപോലെ ഇവിടെ പറയുന്ന ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലും കേൾക്കുവാൻ കഴിയുക. ഇന്നിപ്പോൾ ഉടമ്പടിയിലൂടെ ആത്മീയ ജീവിതം എത്രമാത്രം പുഷ്ടിപ്പെട്ടു എന്നുള്ളതാണ് ഈ മകൾ ഇവിടെ പറഞ്ഞത്. അങ്ങനെ ഈശോയോടുകൂടി ജീവിക്കുന്ന ഓരോ മക്കളാകുവാൻ നമുക്കും കഴിയട്ടെ. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.